ഇസ്ലാമിന് കുറെ സമ്പത്തുണ്ട് എന്ന് പറയാൻ നമുക്ക് പറ്റൂല. പക്ഷെ ഏറ്റവും നല്ല സമ്പത്ത് ഒരാളതും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അടുത്ത് അന്യായമായി ഒന്നുമില്ല. ഏറ്റവും നല്ല മാന്യമായ ജീവിതം നമുക്ക് നയിക്കാലോ അല്ലേ? ഇപ്പൊ വണ്ടി കച്ചവടമായിരുന്നാലും സ്ഥലക്കച്ചവടമായിരുന്നാലും അതിലൊക്കെ ഈമാൻ പറ്റും. അതിലാരോ ഈമാൻ പറ്റൂല എന്നാരോ നമ്മളെ പഠിപ്പിച്ചു നിൽക്കണം. വണ്ടി കച്ചവടമാകുമ്പോ അതിൽ ഈമാൻ പറ്റൂല, അതിലും പറ്റും കൂട്ടരെ ഈമാന്. എന്താ, ഒരു ഭൂമി വാങ്ങിയിട്ട് ആ ഭൂമിക്ക് ഞാൻ എത്രക്ക് വാങ്ങിയാണ്, എനിക്ക് എൻ്റെ കുടുംബം കഴിഞ്ഞുവിടാനുള്ള ഒരു ലാഭം ഈ തരണം, ഞാൻ എൻ്റെ സ്നേഹിതനാണ്, എടുക്കുകയാണെങ്കിൽ എടുത്തോ, ഇത്ര ലാഭം തന്നൂടെ, അത്ര ലാഭം തരാൻ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, എന്നാൽ ഒരു പകുതി കുറച്ചുകൂടെ, ആ പകുതി കച്ചവടം. എന്തൊരു റാഹത്തായ കച്ചവടം ഇത്. 10 സെന്റ് ഭൂമി വാങ്ങിയിടും, എന്നിട്ട് ഇങ്ങനെ മനക്കോട്ട കെട്ടും. നമ്മള് മനക്കോട്ട കെട്ടിയിട്ട് ഒറ്റ കുടുംബത്തിലെ അളാപ്പാന്റെ മകൻ വന്ന് ചോദിച്ചു, ഈ സ്ഥലം മൂത്താപ്പാന്റെ അല്ലേ? എന്റെ അല്ല, കാസർഗോട്ടുകാരൻ്റെ. അവനോട് ചോദിച്ചാൽ അത് ഒരു ഏർപ്പാട് ചെയ്യുമ്പോൾ പറ്റൂല എന്നാ. എന്നിട്ട് നമ്പർ വെക്കാതെ ഫോൺ വിളിച്ചു. എന്നിട്ട് വിളിച്ചിട്ട് പറയാ, അതാ പിന്നെ അത്രയോ 10 എൻ്റെ മൂത്താപ്പാന്റെ മകൻ തന്നെയാണ്. 10 കുറയില്ലല്ലേ? കുറയില്ല. മറ്റോ ഏതാ കാസർഗോട്ടുകാരെ? ആരുമല്ല, നമ്മൾ തന്നെ. സ്വന്തം കുടുംബത്തെ വരെ ചതിക്കുന്ന കച്ചവടങ്ങൾ നടത്തി കൊള്ളലാഭങ്ങൾ പെയ്തെടുക്കുന്ന ആ സമ്പത്ത് നമ്മളെ കുട്ടികളെ പള്ളന്റെ ഉള്ളിലെത്തിയാല് എന്തായിരിക്കും സ്ഥിതി അല്ലേ? അങ്ങനെയുള്ള രാജാക്കന്മാരല്ല ഇസ്ലാം ആഗ്രഹിക്കുന്നത്. മാർക്കറ്റിൽ എത്തുന്നതിന്റെ മുമ്പ് വസ്തുവകകൾ വഴിവക്കിൽ വെച്ച് കച്ചവടാക്കരുത് ഇസ്ലാം പറഞ്ഞു. മാർക്കറ്റിൽ എത്തുന്നതിന് മുമ്പ് ബൈക്കം നിങ്ങൾ കച്ചവടാക്കരുത്, ഈത്തപ്പഴം മുന്തിരിഞ്ഞൊന്നും. കാരണം എന്താ, മാർക്കറ്റിലുള്ള വില പാവപ്പെട്ടവൻ അറിയില്ല അല്ലേ? കൊയിലാണ്ടിന്ന് മീൻ പിടിച്ചാൽ ഇന്നതാ മൊബൈൽ ഫോണിൽ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, കൊയിലാണ്ടി മീൻ പിടിച്ചാൽ ചോദിക്കുക, എവിടെ എത്ര, കാസർഗോഡ് എത്ര, അതിലേക്ക് എന്നാ വിട്ടൂടാണ്, കടൽക്കുടി കൂടിയാണ്. നമ്മൾ കാണൂല. കാരണം മാർക്കറ്റ് വിലയിൽ മികച്ചതോൽക്ക് കിട്ടണീനോല അർഹരാണ്. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. മാർക്കറ്റ് വിലയും മാർക്കറ്റിലെ സ്ഥിതിയും അറിയാതെ അനാവശ്യമായി വില കയറ്റി ലക്ഷക്കണക്കിന് രൂപ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് മറിച്ചു കിട്ടുന്ന സമ്പത്ത് ഓർക്കുക. നമുക്ക് ഹലാലാണോ ഹറാമാണോ? നമുക്കുള്ള സമ്പത്ത് അത് നല്ലതായാൽ നമ്മളെ കുട്ടിയേക്ക് രാത്രി നല്ല സുഖമായിട്ട് ഉറങ്ങാം, ഞമ്മക്കൊന്ന് ഉറങ്ങാം. നമ്മളിങ്ങനെ കടന്നിട്ട് ഭാര്യനോട് ഒരു കട്ടൻ ചായ കൂടി ഉണ്ടായിക്ക, ഒരു കട്ടൻ ചായ കൂടി ഉണ്ടായിക്ക, ആ കട്ടൻ ചായ, ഒരു കട്ടൻ ചായ കൂടി ഉണ്ടാക്കി, എന്താന്നറിയില്ല, തലക്കൊരു കിട്ടൂല കൂട്ടരെ, കിട്ടൂല. ആരാന്റെ സമ്പത്ത് മുണിങ്ങിക്കൊണ്ട് കിടന്ന ഞമ്മക്കുറക്കം തരൂല. കട്ടില് നമ്മളതായിട്ട് കാര്യമില്ല, കിടക്ക നമ്മളതായിട്ട് കാര്യമില്ല, ഒക്കെ ആയിട്ട് കാര്യമില്ല. ഉറക്കം നമ്മളെടുത്തില്ലല്ലോ, അള്ള തരണ്ടേ, അത് ഉറക്കണം. അത് അള്ളാഹുവിനോട് ചോദിക്കണം. ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വ അഹ്യ, എന്റെ ജീവിതവും മരണവും റബ്ബേ നിന്റെ നാമത്തിലാണെന്ന് പറഞ്ഞിട്ടാ കിടക്കുന്നത്. ഉറക്കവുമായി അവിടെ ഒരു വാക്കുമില്ല പ്രാർത്ഥന. ഉറക്കം എന്ന വാക്ക് നമ്മൾ പറയല്ലാതെ ആ ഉറക്കത്തിന്റെ പ്രാർത്ഥനയിൽ ഉറക്കത്തിന്റെ ഒരു വാക്ക് പോലുമില്ല. മരണമാണ് അവിടെ. മരണത്തിന് കണക്ക് ചോദിച്ചിട്ടല്ലാതെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ വിട്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ബാധ്യതകൾ നമ്മൾ നിറവേറ്റണം. ഹറാമിന്റേത് പാടില്ല. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുഹൃത്തുക്കളെ, കുറ്റ്യാടിയിലുള്ള നിങ്ങളോ മലപ്പുറത്തുകാരനായ ഞാനോ ആ പരിധിയിൽ വരാൻ പാടില്ല. ലയഅതിയന്ന അലന്നാസി സമാനുൻ, ഈ സമൂഹത്തിനൊരു കാലം വരാനുണ്ട്. ലാ യുബാലി അൽ മർഉ, മനുഷ്യൻ ആ കാലത്ത് പരിഗണിക്കുകയില്ല ബിമാ ഇക്തസബൽ മാൽ, എന്തുകൊണ്ടാണ് സമ്പത്ത് ശേഖരിച്ചതെന്ന്, മിൻ ഹറാം, ഹറാമിൽ നിന്നാണോ, അമ്മിൻ ഹലാൽ, ഹലാലിൽ നിന്നാണോ എന്ന് മനുഷ്യരാരും നോക്കാത്ത ഒരു കാലം വരാനിരിക്കുന്നു. മുത്തുനബി പറയാണ്, നമ്മളൊന്നും ആകരുത്. അത് സമ്പത്ത് ഹറാമാണോ ഹലാലാണോ എന്ന് നോക്കിയാൽ തന്നെ ജീവിക്കാം. നമ്മളെന്താ പറയാ അറിയോ, മോനെ അങ്ങനെയൊന്നും നോക്കി അക്കാലത്ത് ജീവിച്ചാൻ പറ്റൂല എന്നാ, അങ്ങനെയൊന്നും നോക്കി അക്കാലത്ത് മരിച്ചു പോകാൻ പറ്റൂല എന്ന് ആരോ പറയലുണ്ടോ? ഇല്ല, അത് എല്ലാവർക്കും പോകാം അല്ലേ. ഈ കാലത്ത് അങ്ങനെയൊന്നും നോക്കിയാൽ ജീവിക്കാൻ പറ്റൂല എന്ന് വാക്യം നമ്മൾ പറയുന്നിട്ടോ. ജീവിതവും മരണവും അല്ലാഹുവിന്റെ നാമത്തിലാണ്. ഹറാമായ സമ്പത്തിന്റെ കച്ചവടങ്ങളായി പോകാൻ പാടില്ല. പലിശയുടെ സമ്പ്രദായം നാടുകളിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നു അല്ലേ. പലിശാജി ഒരു സ്ഥലത്തുണ്ടല്ലോ അങ്ങനെ പലിശാജി. കാരണം എന്താ, ഒന്നുമില്ല, ചായ പൈസ കൊടുക്കണം എന്നാണ്. 1000 ഉറുപ്പ്യൊക്കെ തരും, പക്ഷെ ചായ പൈസ കൊടുക്കേണ്ട ഒരു മാസം കൂടുമ്പോൾ. ചായക്ക് എത്ര പൈസ? ചായക്ക് 5 ഉറുപ്പ്യ. അതല്ല, 1000-ന് 100 ഉറുപ്പ്യ വെച്ച് അല്ലേ. എന്തൊരു ചായ ഇത്? പലിശ. എന്നിട്ട് പറയാം നമ്മള് പലിശ അല്ല. എന്തിനാ നമ്മൾ എന്തിനാ സുഹൃത്തെ അന്യായമായി ആരുടെയെങ്കിലും നമ്മൾ തന്നത്? വേണ്ട. നോക്കൂ നിങ്ങൾ, കൊള്ളലാഭങ്ങളോ പറ്റിക്കലോ അതുപോലെ തന്നെ നമുക്ക് അവകാശമില്ലാത്ത സമ്പത്ത് വാങ്ങലോ നമുക്ക് പാടില്ല. മുസ്ലിങ്ങളായ നമുക്ക് അഭിമാനിക്കാം, ഒരാളെ സമ്പത്തും നമ്മൾ വാങ്ങണില്ല. ശരിയാ, ശ്രീധനോ അത് വാങ്ങണ്ട. അതിപ്പോ അന്യായമല്ലല്ലോ, ന്യായ. എവിടെ? നമ്മളെ നാട്ടിൽ പടച്ചോന്റെ അടുത്തല്ല
അല്ലേ? സ്ത്രീധനം ഹറാമാഞ്ഞ് പറയാത്ത ഏതെങ്കിലും സംഘടന ഉണ്ടോ? ഇല്ല. എല്ലാവരും പറഞ്ഞു. മുജാഹിദ് പറഞ്ഞു, മുജാഹിദ് ആദ്യം പറഞ്ഞു, സുന്നി പറഞ്ഞു, ജമാഅത്ത് പറഞ്ഞു, സുന്നിയിലെ രണ്ടു കൂട്ടരും പറഞ്ഞു. എന്നിട്ടും സ്ത്രീധനം വാങ്ങണോൽക്കൊരു കുറവുമില്ല. ചിലർ പറയും ഭരണം വന്നാൽ ചൊക്കാവും. ഇവിടെ ഇന്ത്യ ഭരണത്തിൽ തന്നെ ഉണ്ട് 406 ആക്ട് പ്രകാരം സ്ത്രീധനം വിരോധിക്കപ്പെട്ട രാജ്യ ഇന്ത്യ. പടച്ചോനെ പേടി വേണം കൂട്ടരെ. സ്ത്രീധനല്ലാത്തൊരു കല്യാണം മുസ്ലിമേ നമുക്ക് നടത്തണ്ടേ? എന്ന് ഖിയാമത്തിന്റെ മുമ്പ് നടക്കുന്നത് ഒന്ന് ആലോചിക്കും. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലൂ അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ അനർഹമായ സമ്പത്ത് വിഴുങ്ങാൻ പാടില്ല, തമ്മിൽ വിഴുങ്ങാൻ പാടില്ല. ഇല്ലാ അൻ തകൂന തിജാറതൻ തറാലിം മിൻകും. നിങ്ങൾ തൃപ്തിപ്പെട്ട കച്ചവടത്തിലൂടെ അല്ലാതെ, പരസ്പരം തൃപ്തിപ്പെട്ട കച്ചവടത്തിലൂടെ അല്ലാതെ അന്യായമായ ഒരു മനുഷ്യന്റെ സമ്പത്ത് നമുക്ക് ഭുജിക്കാൻ പാടില്ല. തമ്മിൽ അമ്മോശാക്കിയും പുതിയാപ്പിളിയും തമ്മിൽ. സുഹൃത്തെ, എന്നാണ് നമ്മളൊക്കെ ഒരു മുസ്ലിമായി? ഒരു പെൺകുട്ടിന്റെ അടുത്ത് ചെന്ന് ആ പെൺകുട്ടിയെ കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വീട്ടിൽ ചെന്ന് കാണാൻ അനുവാദം കൊടുത്തു. ഉപ്പയുടെയും ഉമ്മയുടെയും അനുവാദത്തോടുകൂടെ, ഉപ്പയുടെ വലിയന്റെ അനുവാദത്തോടുകൂടി ഒരു പെൺകുട്ടിയെ കാണാം. കണ്ടു പറ്റിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടി നമുക്കുള്ള ജീവിതത്തിലേക്ക്, ഭാവിയിലേക്കുള്ള സഖിയാണോ, പറ്റുന്നതാണോ, ദീനുണ്ടോ അത് നോക്കാൻ നമ്മളോട് പറഞ്ഞു. ദീനുണ്ടോ അത് നോക്കാൻ നമ്മളോട് പറഞ്ഞു. പടിഞ്ഞാട്ട് കുമ്പിടോ, ഖുർആൻ ഓതാൻ അറിയോ, മക്കളെ പോറ്റാൻ കഴിയോ, വാപ്പനെയും ഉമ്മനെയും സ്നേഹിക്കുവോ, ഇതൊക്കെ നോക്കാൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞെന്താ അറിയോ? അവക്ക് ഖുർആൻ ഓതാൻ അറിയോ? ഖുർആൻ ഓതാൻ അറിയില്ല. അങ്ങനെ അത് സാരല്ല, ഞങ്ങൾ കുറ്റിയാടി ചെന്നിട്ട് ഉണ്ടാക്കിക്കോളാന്നാണ്. അവക്ക് ഭക്ഷണം ഒന്നും ഉണ്ടാക്കാനൊന്നും ഇതുവരെ പഠിച്ചില്ല. അതൊന്നും പ്രശ്നമല്ല, ഒക്കെ ഞങ്ങൾ കുറ്റിയാടി ചെന്നാൽ പഠിപ്പിച്ചോളാം. പിന്നെ രാവിലെ നേരത്തെ എഴുന്നേക്കൂല, ഒക്കെ നമ്മൾ വെള്ളം കുടിച്ച് എഴുന്നേച്ചോളാം, ഒന്നും പ്രശ്നമല്ല. പിന്നെ അവളെ വാപ്പാക്ക് കുറച്ച് പൈസൻ്റെ കുറച്ച് കുറവുണ്ട്. എന്നാ ഞങ്ങൾ പോട്ടെ, അസ്സലാമു അലൈക്കും അല്ലേ? അത് മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത. സുഹൃത്തെ, ഈ പക്ഷികളുടെ കൂട്ടത്തിലൊരു പക്ഷിയുണ്ട്. സ്വന്തം ഇണക്ക് ഒരു മത്സ്യത്തെ പിടിച്ചു കൊണ്ടേറ്റ് കാണിച്ചു കൊടുക്കും. ഇതാ ഞാൻ മീൻ പിടിക്കാൻ കഴിവുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ട്, ഇണയെ ബോധ്യപ്പെടുത്തിയാലേ ഇണ ചേരാൻ മറ്റേ പക്ഷി അനുവദിക്കുള്ളൂ. നമ്മൾ മീനൊന്നും പിടിച്ചണ്ട, ഒരു മാണായിട്ട് ചെല്ലാനുള്ള യോഗ്യത എന്ന് നമുക്ക് നേടും അല്ലേ? കുടുംബക്കാരൊക്കെ പാടെ കൂടി കല്യാണം കഴിപ്പിക്കുന്നു. അവസാനം ഭാര്യ വീട്ടിൽ സ്വത്ത് കുറവാന്നറിയുന്നു. അപ്പൊ മറ്റവനോട് പറയാ, ഇജ്ജ് കാര്യം തീർത്തളാ. പുതിയാപ്പള പറയാ, ഞാൻ കാര്യം തീർക്കില്ല. തീർക്കടാ കാര്യം, ഓനെ കൊണ്ട് തീർപ്പിക്കാൻ അളാപ്പി മൂത്താപ്പി അമ്മോനൊക്കെ പാടെ അത് തീർത്തു. പിന്നെ കല്യാണം കഴിച്ചു. പിന്നെ കല്യാണം കഴിച്ചപ്പോഴും അവിടെ സമ്പത്ത് കുറവാന്ന് പിന്നെ അറിയണേ. തീർത്തലടാ, നമുക്ക് മുതലുള്ള കിട്ടൂല കൂട്ടരെ, കിട്ടൂല. ഈ ലോകത്ത് കുഞ്ഞുമോന്റെ ഭാവി അപകടത്തിലായി അല്ലേ? എന്തിനാ നമുക്ക് സുഹൃത്തെ, നമുക്ക് അന്യായമായി ഒരു ഉപ്പയുടെ ഒരു 2 സെന്റ് ഭൂമി പാർക്കണ ഒരു വാപ്പാന്റെ അടുത്ത് ചെന്നിട്ട് 10 ലക്ഷം ചോദിക്കാൻ ഞമ്മക്ക് മാത്രമേ കഴിയുള്ളൂ. നമ്മളെ സമുദായത്തിന് വീരപ്പം വരെ 2 സർക്കാരിനോട് 5 ലക്ഷം ചോദിച്ചേ നോക്കിങ്ങൾ. എന്നിട്ട് നമ്മൾ ഒരു വാപ്പയോട് പോയി ചോദിക്കുക. പരപ്പനങ്ങാടി കടപ്പുറത്ത്, ഓട്ടുമ്മൽ കടപ്പുറത്ത് ഒരു പുതിയണ്ണിനെ കാണാൻ ചെന്നു. അവിടെ നിന്ന് ചെന്നു, ഒരു ചായയും കുടിച്ചു. ചായയൊക്കെ കുടിച്ചപ്പോൾ പഴവും തിന്നു. ഒരു ചായ 2 പഴമൊക്കെ തിന്നിട്ട് അമ്മോശാക്കാനോട് ചോദിച്ചു, കുട്ടിനൊക്കെ എനിക്ക് പറ്റി, നിങ്ങളെന്താ തരുക ചോദിച്ചു. അയാൾ പറഞ്ഞു, കൈകൊണ്ട്, ബലത്തെ കൈകൊണ്ട് തലക്കൊന്ന് തരും. കുടിച്ച ചായന്റെ 5-10 ഉറുപ്പി പഴം വെച്ചിട്ട് പോയിക്കോറും സ്ഥലം വിടാൻ പറഞ്ഞു. ഞാനത് കേട്ടപ്പോൾ ആണത്വമുള്ള നാടിനെ കുറിച്ച് അഭിമാനം കൊണ്ടു. കടപ്പുറ കൊണ്ടേ മീൻ വിറ്റിട്ട് എന്താ ഒന്നും കിട്ടൂല, ചിലപ്പോ പട്ടിണിയാ. അന്നാട്ടിലായി ഇത് നോക്കുങ്ങൾ. ആദർശമുള്ള ഒരു സമൂഹം ജീവിക്കുന്നു. ആലുവക്കാരനായ ഷാജഹാൻ ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കൊന്നു, തീ കൊളുത്തിക്കൊന്നു. പിറ്റേന്ന് പേപ്പറിലെ സ്ത്രീധനം തികയിട്ടാണല്ലോ. 18 ലക്ഷത്തിന്റെ ഒരു കാറും 75 ലക്ഷത്തിന്റെ സ്വർണ്ണാഭരണവും, അതിന്റെ പുറമെ 1 കോടിയോളം തുകയും കൊടുത്തിട്ട് ഷാജഹാൻ ഈ ലോകത്ത് വെച്ച് സ്ത്രീധനം തികഞ്ഞിട്ടില്ല. ഷാഹ് ജഹാൻ. നോക്കിങ്ങള്, ഇതൊരു നല്ല പേര്. നമ്മൾ നന്നായി. ഇനിയെങ്കിലും ഈ ഇരിക്കുന്ന കുറ്റിയാടിയിലെ മുസ്ലിം ഉമ്മത്തെ, നിങ്ങൾ ഇവിടെ ഒരുപാട് സ്ത്രീധനമില്ലാത്ത വിവാഹങ്ങൾ നടക്കുന്നു എന്ന് കേട്ടു, സന്തോഷമുണ്ട്. പുരുഷന്മാർ, ആൺകുട്ടികൾ സ്ത്രീധനമില്ലാതെ, ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ ഒരു ധനമാണ് എന്ന് മനസ്സിലാക്കി ഹലാലായ സമ്പത്തോട് ജീവിതം തുടങ്ങുക. സ്ത്രീധനം വാങ്ങിയ പുതിയാപ്പിളാര് പടച്ചോന്റെ അടുത്ത് പൊറുക്കപ്പെടൂല. അമ്മോശാക്കാനെ തെരഞ്ഞ് ഇന്ന് തന്നെ പോയി കളി. ഫോൺ നമ്പർ കിട്ടൂല. ഫോൺ മൂപ്പര് നമ്മൾ വിളിച്ചെടുക്കൂല. നമ്മൾ വിളിച്ചാ അമ്മോശാക്ക ഫോൺ എടുക്കൂല. മുമ്പ് ഒരിക്കടുത്തിന്റെ ഫല കടപ്പോളും തീർന്നിട്ടില്ല. അതുകൊണ്ട് ഇഞ്ഞയാള് ഫോൺ എടുക്കൂല. പോയി പറഞ്ഞളി, ഞാൻ തരാം, ഞാൻ കടം വീട്ടി തരാം, പറഞ്ഞളി. സ്വത്ത് ഹലാലാകണം സുഹൃത്തെ. സ്വന്തം ഒരു ഭാര്യ വീട്ടിൽ വന്ന് നമുക്ക് കഞ്ഞിവെള്ളം തന്നെ
അഥവാ മരണപ്പെടുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം തരേണ്ട ഭാര്യയുടെ ഉപ്പയെ വാടകപ്പുരയിലേക്ക് പറഞ്ഞയച്ചില്ലേ നമ്മൾ സ്ത്രീധനത്തിന്റെ പേരിൽ? അള്ളാഹുവിന്റെ ഖുർആൻ വിരോധിച്ച കാര്യമാണ് സ്ത്രീധനം. അതുകൊണ്ട് സ്ത്രീധനം വാങ്ങാത്ത, സ്ത്രീധനത്തിന്റെ ഏർപ്പാട് നടത്താത്ത കാലം നമുക്ക് ഉണ്ടാവണം. അനാഥകളുടെ സമ്പത്ത് ഭുജിക്കാൻ പാടില്ല. കുടുംബങ്ങളിൽ ആരെങ്കിലും മരണപ്പെടുമ്പോൾ അനാഥകളുടെ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ തരുമ്പോൾ അതിൽ നിന്ന് ലഭിച്ച ലാഭമടക്കം 18 വയസ്സ് തികയുമ്പോൾ അനാഥകളുടെ പേരിൽ രേഖപ്പെടുത്തി കൊടുക്കാൻ കുടുംബ ബന്ധുക്കൾ തയ്യാറാകേണ്ടതുണ്ട്. അനാഥകളുടെ സമ്പത്ത് കൈകാര്യകർത്തൃത്വം ചെയ്യുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്കൊരു നഷ്ടവും വരുത്താതെ കൊടുക്കണമെന്നാണ് ഇസ്ലാം ദീനും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. വാപ്പ ജീവിച്ചിരിക്കുമ്പോ മകൻ മരിച്ചാലോ? നോക്കൂ നിങ്ങൾ, വാപ്പ ജീവിച്ചിരിക്കുമ്പോ എന്റെ അനുജൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ അനുജന്റെ കുട്ടികൾക്കും ഭാര്യക്കും കൊടുക്കേണ്ട സമ്പത്ത് എനിക്ക് JCB പോയി മാന്തിക്കൊണ്ടുവരാനാണെന്ന് ആരാണ് പറഞ്ഞത്? അങ്ങനല്ലേ നമ്മളെ നാട്ടിലൊക്കെ? വാപ്പ ജീവിച്ചിരിക്കെ നമ്മളെ ആങ്ങളെയോ അല്ലെങ്കിൽ പങ്ങളോ ആരെങ്കിലും ഒക്കെ മരിച്ചാൽ അവരെ സ്വത്ത് വാപ്പാക്കാൻ, എന്നിട്ട് അത് വാപ്പാനോട് പോയി പറയണ ആരറിയോ? മകൻ, വാപ്പ മകൻ മരിച്ചാ സ്വത്തേ നിങ്ങൾക്ക് ഖുർആൻ പറയും. ഖുർആനിൽ അങ്ങനെ എത്ര ആയത്ത് പറഞ്ഞിരിക്കണം? അവനെ ഇതുവരെ ഒരായത്തൻ പോയി തരാൻ കഴിഞ്ഞിരിക്കണം. ഈ ഒരു ആയത്തും കൊണ്ട് വരുന്നേ എന്താ അറിയോ? വാപ്പാക്കാണ്. കുറച്ചു കഴിഞ്ഞാ വാപ്പി മരിക്കൂലേ? അപ്പൊ എനിക്കും കിട്ടുമല്ലോ സ്വത്ത്. അതാ സുഹൃത്തെ, ഇടത്തെ ഭാഗത്ത് വതാ നെഞ്ചുവേദന വരുന്നു, ഉടൻ അതാ പോകുന്നു. അതേ നമ്മളുടെ സ്വത്തും അതാ വാപ്പാക്ക് നീങ്ങുകയാണ്. നീക്കം മഴക്കാറ് പോലെ തന്നെയാണ്. ഒന്നും ഒപ്പിടണ്ട, രേഖയിൽ ഒന്നും പതിക്കണ്ട, നീങ്ങുകയാണ്. അങ്ങനെ നമ്മൾ നീങ്ങുന്നത് പോലെ തന്നെ. അതുകൊണ്ട് സുഹൃത്തെ, ഏറ്റവും നല്ല വിധത്തിലുള്ള വരുമാനമാകണം, ഹറാമായ വരുമാനമാകാൻ പാടില്ല. ലാ തഖറബൂ മാലൽ യതീം ഇല്ലാ ബില്ലതീ ഹിയ അഹ്സൻ. ഏറ്റവും നല്ല വിധത്തിലല്ലാതെ അനാഥയുടെ സമ്പത്തിനോട് നിങ്ങൾ അടുക്കാൻ പാടില്ല. അനാഥകളുടേത്, കുടുംബത്തിലുള്ളവരുടേത്, അന്യരുടേത് ഭൂമി തുറക്കാൻ പാടില്ല. അല്ലേ? പലപ്പോഴും കാണാൻ രജിസ്റ്റർ ഓഫീസർമാരൊക്കെ പറയേ, ഈ ആധാരമില്ലാത്ത സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ പലരും ഇങ്ങനെ വരുന്നതാണ്. ആധാരത്തിലില്ല, ഇങ്ങനെ ആധാരത്തിലില്ല, ഒരു 3 സെന്റ് ഉണ്ട്, ആധാരത്തിലില്ല. നിങ്ങൾ എങ്ങനെ ഈ 3 സെന്റ് ആധാരത്തിലില്ലാത്ത വെക്കണ്? അവിടെ തുറന്ന് ഇവിടെ തുറന്ന്, അപ്പുറത്ത് മാന്തി ഇപ്പുറത്ത് മാന്തി, ഇവിടെ മാന്തി അവിടെ മാന്തി, ആധാരത്തിലില്ലാത്ത കുറെ ഉണ്ടോ? പക്ഷേ നഷ്ടപ്പെട്ടവന്റെ ആധാരത്തിലുണ്ടാകും, നഷ്ടപ്പെട്ടവന്റെ ആധാരത്തിലുണ്ടാകും. പൊതുവഴിയാകുന്ന റോഡ് അല്ലേ? പൊതുവഴിയാവുന്ന റോഡൊക്കെ കണ്ടില്ലേ നിങ്ങള്? നാഷണൽ ഹൈവേക്കാർ വന്നുകാണ്ട് പോലും ഇങ്ങനെ എവിടെ വന്നിറങ്ങുമ്പോ ഇവിടെ ഒരു നാഷണൽ ഹൈവേ ഉണ്ടായില്ല, ഇവിടെയൊക്കെ ഉണ്ട്. അപ്പൊ ഓല് തുടങ്ങും ഒരു തലക്കന്ന് ഇങ്ങനെ ഒരു മീറ്ററും കയറൊക്കെ പിടിച്ചു. ചിലപ്പോ നമ്മളെ നെഞ്ഞത്ത് കൂടി, നമ്മളെ കൂൾബാറിന്റെ ഉള്ളിൽ കൂടി, നമ്മളെ പേരന്റെ സിറ്റ് ഔട്ട് കൂടിയൊക്കെയാ പോവുക. അപ്പൊ നമ്മൾ പറയും, ഇത് അതെന്താ നീതിയാ, അതെന്താ നീതിയാ? നമ്മളിത് ഇങ്ങോട്ട് ഇറക്കി കെട്ടിക്കൊടുത്ത് റോട്ടിക്ക് ഇറക്കി എന്തൊരു നീതിയാ? അത് നമ്മളെ വേറെ നീതി. ആ അനീതികൾ നമുക്ക് പാടില്ല. നമുക്ക് അന്യന്റെ സ്വത്ത് ആരുടേതായിരുന്നാലും അന്യരുടേതാണെന്ന് ബോധ്യപ്പെട്ടാൽ നമുക്ക് അവകാശമില്ല. സ്കൂളുകളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ വീട്ടിലെത്തുമ്പോൾ കീശയിൽ നല്ല വില പിടിപ്പുള്ളൊരു പെണ്ണ് കണ്ടാൽ ആരുടേതാണെന്ന് ചോദിക്കാൻ ഉപ്പ തയ്യാറാകണം. ഇല്ലെങ്കിലോ 15 വയസ്സാകുമ്പോൾ ഒരു ബൈക്ക് കാണാം, നല്ലൊരു 55,000 റുപ്യയുടെ ഒരു ബൈക്ക് മരത്ത്. അതാ മോനെ ചോദിച്ചരുത് വാപ്പാ, ഞാൻ പണ്ട് പെണ്ണ് കൊടുത്തീന്, നിങ്ങൾ ചോദിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ എഴുതിയില്ല, അതുകൊണ്ട് വേണമെങ്കിൽ താക്കോലെടുത്ത് പോയിക്കോളിന്നറിയും. അതിന്റെ അപ്പുറമൊന്നും പറയാൻ കഴിയില്ല. കുറച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പേരാമ്പ്രയുടെയോ കുറ്റ്യാടിയുടെയോ ബാങ്കിന്റെ സേഫ് കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ ചോദിക്കാൻ അധികാരമില്ലാതിരിക്കും. അന്യന്റെ സ്വത്ത് അനർഹമായി കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച് അവസാനം ഇതാ വാപ്പയെയും കൊണ്ട് പോലീസ് തൂക്കിയെടുത്ത് കൊണ്ടുപോയി. കുഞ്ഞുമോയെന്ന് പറയുന്നൊരു സഹോദരൻ കൊണ്ടുവന്നത് മുഴുവൻ എവിടുന്നാന്നൊന്നും വാപ്പ ചോദിച്ചില്ല. ടാപ്പ് റെക്കോർഡർ കിടന്നപ്പോൾ വാപ്പ അത് ഓണാക്കി വെച്ചു. CD പ്ലെയർ കൊടുന്നപ്പോൾ അതിൽ CD ഇട്ടു. അതേപോലെ തന്നെ എല്ലാം കൊടുന്നപ്പോൾ പാറ്റനെ കൊല്ലണ സാധനം കൊടുന്നപ്പോൾ അയ്യോട്ട് അടിയുടി ഒക്കെ എവിടുന്നാന്നൊന്നും ചോദിച്ചില്ല. അവസാനം വാപ്പാനെ അടക്കം പൊക്കി. കാരണം സ്വത്ത് മുതൽ കണ്ടെടുത്തത് ഉപ്പയുടെ റൂമിൽ നിന്നായിരുന്നു. ഓർക്കണം, നമുക്ക് അനർഹമായതൊന്നും വേണ്ട. നമുക്ക് നമ്മളുടെ ബിസിനസ് ആകുമ്പോൾ തന്നെ സുഹൃത്തെ പേടിയാണ്. കച്ചവടക്കാരും പ്രത്യേകം ശ്രദ്ധിക്കുക. മുത്തുനബി പറഞ്ഞു, അന്നത്തുജാറ യുബഅസൂന യൗമൽ ഖിയാമ യൗമൽ ഖിയാമത്തി ഫുജ്ജാറ. തുജാറുകൾ ഫുജ്ജാറുകളായി കൊണ്ടായിരിക്കും പുനരെഴുന്നേൽപ്പിക്കപ്പെടുക. ഇല്ലാ മനിത്തഖ, തഖ്വ ഉൾക്കൊണ്ടവനായ കച്ചവടക്കാരനൊഴികെ, വബറ പുണ്യം ചെയ്തവനൊഴികെ, വസദഖ സത്യസന്ധമായി പുലർന്ന കാര്യങ്ങൾ ചെയ്തവനൊഴികെ. റസൂലിന്റെ വാക്ക് നോക്കൂ നിങ്ങൾ.
ഫുജ്ജാറുകളായി പരലോകത്ത് തമ്മാടികളായി പരലോകത്ത് പുനർജനിക്കപ്പെടും. ആരൊഴികെ അള്ളാഹുവിനെ ഭയപ്പെട്ടവനും ഒരുപാട് പുണ്യം ചെയ്തവനും അതുപോലെ തന്നെ സത്യസന്ധമായി കാര്യങ്ങളെ വിലയിരുത്തിയവനുമായ ആളുകളൊഴികെ ആയിരിക്കും. ആരും മോശം ചെയ്യുന്നു എന്നല്ല. പലപ്പോഴുമാണ് നമ്മൾ കോഴിക്കോടൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ ത്രാസും ഉണ്ടാവും, ഒരു റബ്ബർ ബാൻഡ് ഒന്നുമില്ല, കട്ടിനിട്ട എങ്ങനെയായാലും ഇങ്ങോട്ട് തൂങ്ങാൻ വേഗം തൂങ്ങണം. അപ്പൊ ഒന്നുമില്ല, നമ്മൾ ആയത് പരിചയമൊക്കെ ഉണ്ടാകണം. ആയതിനെ ചോദിക്കും, മോനെ 700 ഉണ്ടാകുമോ, 1 കിലോ ഉണ്ടാകുമോ? ഇത് 700 ഉണ്ടാവുള്ളൂ, എന്നാ അതിന്റെ പൈസ തന്നാൽ മതി അറിയും. പരിചയമുള്ളവൻ എന്ത് ചെയ്യും? അങ്ങനെ. അല്ലാത്തവൻ 1 കിലോ വാങ്ങി പോലും ചെയ്യും. അവരുടേത് ചെറിയ തട്ടിപ്പാണ്. സുഹൃത്തുക്കളെ, വലിയ വലിയ തരത്തിലുള്ള ഒരുപാട് കുംഭകോണങ്ങളും കോഴകളും അതുപോലെ തന്നെ അഴിമതികളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ള പറഞ്ഞു, അവസാന കാലമെത്തുമ്പോൾ പൊതുസമ്പത്തിനോട് ബഹുമാനമില്ലാത്ത ഒരു കാലം വരും. പൊതുസമ്പത്ത് സ്വന്തമാക്കപ്പെടുന്ന കാലം വരും. ഖിയാമത്തിന്റെ അടയാളത്തിൽ ഒന്നായി കൊണ്ട് പരിഗണിക്കപ്പെട്ടു അത്. സകാത്ത് കൊടുക്കാതെ സൂക്ഷിക്കപ്പെടുന്ന കാലം. ഉമ്മയോടും ഉപ്പയോടും അകലുകയും കൂട്ടുകാരോട് അടുക്കുകയും ചെയ്യുന്ന കാലം. ഭാര്യയുടെ വാക്ക് കേൾക്കുകയും ഉമ്മ പറയുന്നത് കേൾക്കാതിരിക്കുകയും ചെയ്യുന്ന കാലം. ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളങ്ങളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് അത് പഠിപ്പിച്ചത്. അതുകൊണ്ട് സ്വന്തമാക്കപ്പെടാൻ പാടില്ല. ഇസ്ലാമികമായി റസൂലുള്ളാഹി പറഞ്ഞു, തഖ്വയുണ്ടാകണം, അതുപോലെ തന്നെ നന്മ ചെയ്യണം, സത്യസന്ധത പുലർത്തുകയും ചെയ്യണം. നമ്മളുടെ സമ്പത്ത് വിനിയോഗം ചെയ്യണം. സമ്പത്ത് കൊടുക്കണം. കൊടുക്കുക എന്നുള്ളത് ഒരു പൊതു സ്വഭാവമാണ്, അല്ലെ? എല്ലാവരും കൊടുക്കണവരാട്ടോ. ഞാൻ ആരും കൊടുക്കണില്ല എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളൊക്കെ കൊടുക്കണവരാണ്. കൊടുക്കണ ആ സ്വഭാവമുണ്ടല്ലോ. ഉപ്പയുടെ അടുക്കൽ, നമ്മളുടെ മുമ്പ് കാലത്ത് ഉപ്പയുടെ അടുക്കൽ ഒരാൾ കയറി വന്നു. ഉപ്പ ചോദിച്ചു, എവിടുന്നാ? ഞാൻ വടകരന്ന് വന്ന. എന്തേ? ഞാനിങ്ങനെ പോവുകയാണ് കുടുംബത്തിന്റെ പുരയൊക്കെ, അപ്പൊ നിങ്ങളെ കാണാനൊന്ന് കയറിയാണ്. 100 റുപ്യ. പാപ്പാ അതാരാ? അത് നമ്മളെ എളാപ്പാന്റെ പരിചയക്കാരനാടാ, വടകര ഒരു കച്ചവടം നടത്തുന്ന ഒരാളാണ്. ഇപ്പൊ കാര്യമായിട്ടൊന്നുമില്ല, സുഖമില്ലാത്തോണ്ട് ഇങ്ങനെ നടക്കുക. വീണ്ടും അതാ വീട്ടിലേക്ക് ഒരാൾ വരുന്നു. പത്തായം തുറക്കുന്ന, ഉപ്പ കിടക്കുന്ന ആ വലിയ പത്തായത്തിന്റെ ചുവട്ടിൽ ഒരു അറയുണ്ട്. അത് തുറക്കുന്ന ശബ്ദം കേട്ടു. ഉപ്പയോട് ചോദിച്ചു, എന്തിനാ? മോനെ, ഒരാള് വന്നിട്ടുണ്ട്. വാപ്പാ, വരുന്നവർക്കൊക്കെ കൊടുക്കാനുള്ളതാണോ നിങ്ങളുടെ അടുക്കലുള്ള പണം? അതേ, കൊടുത്തയച്ചവനാണ് കൊടുക്കാൻ പറയുന്നത്. നാളെ പരലോകത്ത് ചൊല്ലുമ്പോൾ എന്നോട് ചോദിക്കും. എന്താണ് ചോദിക്കുക? ഞാൻ നിന്റെ അടുക്കൽ കടം ചോദിച്ചു വന്നിരുന്നു, നീ കൊടുത്തോ? ഞാൻ പറയും, അല്ലാഹുവിനോട്, റബ്ബേ, നീ കടം ചോദിച്ചു വന്നില്ല, ഞാൻ നീ വന്നതറിഞ്ഞില്ല. അല്ലാഹു പറയും, എന്റെ ഒരടിമ കടം ചോദിച്ചു വന്നിരുന്നു, നീ ഒന്നും കൊടുത്തില്ല അല്ലേ? ഞാൻ നിന്നോടൊരു സഹായം ചോദിച്ചു വന്നിരുന്നു, നീ നൽകിയോ? അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ, നീ സഹായം ചോദിച്ചു വന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വചനമാണ് പറയുന്നത്. അല്ലാഹു പറയും, അതേ, ഞാൻ വന്നില്ലെങ്കിലും എന്റെ ഒരടിമ നിന്റെ അടുക്കൽ വന്നിരുന്നു, നീ അപ്പോൾ കൊടുത്തില്ല. നമ്മളോട് അങ്ങനെയാ ചോദിക്കുക. അതുകൊണ്ട് കൊടുക്കണം. ആതിദൽ ഖുർബാ ഹഖഹു വൽ മിസ്കീൻ വബിനസ് സബീൽ വലാ തുബദിർ തബ്ദീറാ. കൊടുക്കുക എന്നുള്ളൊരു സ്വഭാവം. കുടുംബക്കാർ വന്നു, ഇളയമ്മയുടെ മോൻ വന്നു, മൂത്തപ്പ വന്നു. എന്തേ? ഒന്നുമില്ലേ, നിങ്ങളെ കാണാൻ വന്നു. നമ്മളെ കാണാപ്പം എന്താ പ്രത്യേകിച്ച് ഒന്നുമില്ല, അച്ചയിൽ തന്നെയല്ലേ, പിന്നെന്തിനേ കാണാൻ വരുന്നേ? ഒന്നുമില്ല, അസ്സലാമു അലൈക്കും. എന്നാ ഞങ്ങൾ പോകട്ടെ. ആ പൊയ്ക്കോളി, ബസ് ഉണ്ടാവും ഇപ്പൊ, KSRTC. അല്ല ഞങ്ങൾ പോട്ടെ. ആ പൊയ്ക്കോളി. അല്ല ഞങ്ങൾ എന്തെങ്കിലും എന്താ പിന്നെ നിങ്ങൾ പെര കയറ്റുണ്ടോ? ഇല്ല, പെര കയറ്റാൻ ഇപ്പൊ മനസ്സിലൊന്നുമില്ല. എന്നാ പെര കയറ്റുമ്പോ ഒരു വാതിലിന്റെ വക തരണ്ടേ? വലിയ കാര്യമായി പോയി കൂട്ടരെ. ആണ് കൊടുക്കി വേണം. ചോദിച്ചു വന്നവനും ചോദിച്ചു വരാത്തവനും ഉണ്ടാകും. നിങ്ങൾ അങ്ങ് കൊടുത്തേക്കുക. 5 രൂപയാകട്ടെ, ആയിക്കോട്ടെ, 10 ആണെങ്കിലാകട്ടെ, 50 ആണെങ്കിലാകട്ടെ, 100 ആണെങ്കിലാകട്ടെ, 150 ആണെങ്കിലാകട്ടെ, 200 ആണെങ്കിലാകട്ടെ, കൊടുക്കണം. നമ്മൾ പറയും കൊടുക്കാനല്ല, ഇതിലല്ലെങ്കിലും ഉണ്ടാവില്ല. ഈ പോക്കറ്റിൽ ആരോ ഉണ്ടോ കൂട്ടരെ പൈസ? ബാക്കിലും ഉണ്ടാവില്ല, ഉള്ളിൽ വേറൊരു പോക്കറ്റ് ഉണ്ട്. എനിക്കുണ്ടത്. കാരണം പോക്കറ്റ് അടിക്കപ്പെടാൻ ഉള്ളിലൊരു പോക്കറ്റ്, അതിൽ ആ പൈസ ഉണ്ടാകുക. ബനിയന്റെ ഉള്ളിൽ പോക്കറ്റ്, അവിടെ തപ്പണം. ഉള്ളിലുള്ള സൂക്ഷിച്ച മേശ വലിപ്പിന്റെ ഉള്ളിൽ പോയി കൊണ്ടെടുത്തു കൊണ്ടുവരണം. ചെറിയ ഒരു ചുരുട്ടിയിട്ട് കുടുംബബന്ധുവിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കണം. നിങ്ങൾ ദൂർത്തടിക്കാൻ പാടില്ല. നമ്മൾ പറയേ, എന്റെ അടുത്ത് ഒന്നുമില്ലടാ, അപ്പൊ കുറച്ചാലായിട്ട് 5ന്റെ പൈസ അല്ല. അപ്പൊ പറയും 5ന്റെ പൈസ അല്ലെങ്കിലും സർക്കാർ അടിച്ചില്ല, 500 നോട്ടൊക്കെ അടിച്ചല്ലേ ഉള്ളൂ, അതായാലും മതിയെന്ന്. അല്ല, അതുണ്ട്
ഞാൻ മാർബിളിന്റെ പണിക്കാർ മിനുസം കൂട്ടാൻ വരാൻ പറഞ്ഞിരിക്കണം. ഇപ്പൊ 2 കൊല്ലമായിപ്പോയി. അതുകൊണ്ട് അതിപ്പോ വന്നാ എൻ്റെ അടുത്ത് കൂലി കൊടുക്കാന്നില്ല. അതുകൊണ്ട് തൽക്കാലം പഞ്ച് പോ, ആർട്ട് ഓപ്പറേഷനൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ അടുക്കൽ കൊടുക്കാൻ തികയില്ല കേട്ടോ. നിങ്ങൾ ദൂർത്തടിച്ചാൽ നിങ്ങൾ ദൂർത്തടിക്കുന്നവരാകരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ. തീർച്ചയായും ദൂർത്തടിക്കുന്നവൻ ചെകുത്താന്റെ കൂട്ടാളിയാണ്. എല്ലാത്തിനും ഒരു മിതത്വം ഉണ്ടാകണം. നമ്മളെ വീട്ടിലൊക്കെ സഹോദരിമാരോട് പറയാണ്, സ്വർണ്ണൊക്കെ ഒന്ന് കുറയ്ക്കിങ്ങൾ. കള്ളന്മാര് സംഘടന ഉണ്ടാക്കാൻ പോവുകയാണ്. കാരണം ഒരു നിവൃത്തിയില്ലായിട്ട് അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മളൊരു മുസ്ലിം വീട്ടിലൊക്കെ ഒരു കള്ളം കടന്നാണ്ടല്ലോ, ഒരു 15 കൊല്ലത്തിന് പിന്നെ കക്കണ്ട. പിന്നെ ഓനോ വേറെ നേരം വെളുത്തിച്ചാൽ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെയും ഓൻ പോവുക. അവൻ കടന്നിട്ട് ഉറക്കം വരുന്നുണ്ടോ? എങ്ങനെ ഉറക്കം വരിക? അവിടെ മുട്ടി, ഇവിടെ മുട്ടി, അപ്പുറത്ത് മുട്ടി, മുട്ടൂലേ? ഓന്റെ ജീവിതം മുട്ടിയാ പിന്നെ എല്ലായിടത്തും മുട്ടൂല. നമ്മളെ വീട്ടിൽ ഇത്രയും സ്വർണം 100 പവനും 150 പവനും സ്വർണ്ണമൊക്കെ ഉണ്ടാവുമ്പോ ആരും മുട്ടല്ല. ഗ്രില്ല് പൊളിച്ചിട്ട് ഉള്ളിൽ കടന്നിട്ട് കൊണ്ടുപോകും. അതുകൊണ്ടൊന്ന് ചുരുക്കൂ. നാട്ടിലെ പട്ടിണിയും പ്രയാസവും അത്രയുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒരു വരുമാന മാർഗത്തിലേക്ക്. സ്വർണം ഒരു ചത്ത പണമാണ് അല്ലേ? ആൺകുട്ടിക്ക് ഇടാൻ പാടില്ല, ആണുങ്ങൾക്ക് ഇടാൻ പാടില്ല. എന്നാലും കാണാം അമ്മായിമ്മ തന്നല്ലേ അറിഞ്ഞ് ചിലരൊക്കെ വിരലും കൊണ്ട് ഇട്ടുകൊണ്ട് കിടക്കണം. ഹറാമാണ് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. സ്വർണം നിങ്ങൾക്ക് ഹലാലാണ്, ഇന്ന് ഫർളൊന്നുമല്ല, ഹലാലാണ്. അത് നിങ്ങൾക്ക് ധരിക്കാം. പക്ഷേ സഹോദരി, ഒന്ന് ഓർക്കുക, ഒന്ന് ചുരുക്കുക. കറിയിലിടാൻ പറ്റൂല, വേറൊന്നിനും പറ്റൂല, വാതിലൊക്കാൻ പറ്റും. ഒന്നിനും പറ്റാത്തൊരു സാധനത്തിന് 16,500 അയക്കണമെങ്കിൽ ആയിക്കോട്ടെ, നമുക്കതിട്ട് ബന്ധം വേണ്ട. പാകത്തിനൊക്കെ ആഭരണമൊക്കെ ഒന്ന് കുറക്കുക. ഭർത്താവിനൊരു ആശ്വാസം കൊടുക്കുക. ആ ഭർത്താവായ നമ്മളോട് പറയാ, 20,000 മൊബൈലും കൊണ്ട് നടന്നിട്ട് ഇതൊരു ചെറിയൊരു മാല വാങ്ങി തരാൻ പറഞ്ഞു. അപ്പൊ അതും നോക്കണം, ഒക്കെ ഒന്ന് കരുതണം. നമ്മൾ കുറച്ചൊക്കെ ആണ്ടുകൊണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പള്ളിക്കന്ന് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി നോക്കുമ്പോ ആകെ ബേജാറായി വിയർത്ത് കുളിച്ച് നിൽക്കുക. ഉസ്താദ് ചോദിച്ചതില്ല, ചെരുപ്പ് പോയി. ചെരുപ്പ് പോയിനാ ഇങ്ങനെ ആർട്ട് പോയായിരിക്കണം. അല്ല, 5,000 റുപ്യൻ്റെ ചെരുപ്പ്. അത് എന്നാ ഏതെങ്കിലും പാവം കൊണ്ടുപോയി വിറ്റ് കണ്ടാവും. വല്ല ഇറച്ചി പൊറാട്ടി നൊളഞ്ചും പോരും അറിഞ്ഞാൽ ഇതാ കഥ. ഒക്കെ ഒന്നും മിതത്വം, ഒക്കെ ഒന്ന് കുറക്കാം. അങ്ങനെ പിശാചിന്റെ കൂട്ടാളികളാകും. ചെലവൊക്കെ ഒന്ന് ചുരുക്കുക. കല്യാണങ്ങളൊക്കെ ഒക്കെ ഒന്ന് ചെലവ് ചുരുക്കുക. വിളിച്ചോളി. നാട്ടുകാരെല്ലാവരും എല്ലാവരെയും വിളിച്ചിട്ടേ കല്യാണം നടത്താൻ പറ്റുള്ളൂ. അല്ല, എന്നിട്ട് നിങ്ങൾ കല്യാണം നടത്തിയിട്ട് നിങ്ങൾ വിചാരിച്ചവനൊക്കെ വിളിച്ചാൽ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. എല്ലാരും പറയാ, കല്യാണം കഴിഞ്ഞില്ലേ? ചെറിയൊരു പരിപാടി, 2000 ആള് വന്ന് ചെറിയൊരു പരിപാടിയായി. അപ്പോ ആ പരിചയമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിചയമില്ലാത്ത ആളായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ നാമം ഒരു സെക്കൻഡ് വേർപെടുത്താതെ പറയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കണം. ഓരോ സെക്കൻഡ്, ഒരു സെക്കൻഡ് പോലും നബി തങ്ങളുടെ പേര് പറയാത്ത ആ റസൂലുള്ളയാണ് പറഞ്ഞത്. ലളിതമായ വിവാഹമാണ് അല്ലാഹുവിന്റെ അടുക്കൽ ബർക്കത്തുള്ള വിവാഹം. ഒന്ന് ചുരുക്കുക. ഇത് 1 കോടിയൊക്കെ ചെലവാക്കിയിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ എഴുന്നിട്ട് പുതിയെണ്ണ് പറഞ്ഞു നിങ്ങളോട്, നിങ്ങളെ മകൻ എനിക്ക് വേണ്ട. എന്തേ? അവന് ലൈംഗിക ശേഷിയില്ല, തലി കയ്യൊക്കും, നിവൃത്തിയില്ല മോളെ, 1 കോടിയാ പോയത്. അപ്പൊ അതൊക്കെ കണ്ടിട്ട് തന്നെ ഇസ്ലാം പറഞ്ഞത് ലളിതമായ ചടങ്ങാണ് വിവാഹം. ആ ചടങ്ങ് അത് പരമാവധി നമുക്ക് ആളെ വിളിച്ചോളൂ, ഭക്ഷണം കൊടുക്കരുതെന്ന് പറഞ്ഞില്ല. കേരള നദ്വത്തുൽ മുജാഹിദീൻ വിവാഹം ലളിതമാക്കുവാനും അത് സമയങ്ങളുടെ മാറ്റമുണ്ടാകുമ്പോൾ അത് ലളിതമാക്കാനും ഹൈറാണെന്ന് പറഞ്ഞു. എന്തേ? ഇപ്പൊ 4 മണിക്കാക്കാം, ഉച്ചക്കാക്കാം. പക്ഷെ 4 മണിക്കാകുമ്പോൾ ഒരുപാട് സൗകര്യങ്ങൾ. ആ വിവാഹത്തിൽ ഒരു അനാഥ കുട്ടിയുടെ കല്യാണമാക്കാം, ആയിക്കോട്ടെ, സന്തോഷമുള്ളൂ. അങ്ങനെയൊക്കെ ഒരുപാട് മാതൃകകളില്ലേ, ഒരുപാട് മനങ്ങളില്ലേ. അങ്ങനത്തെ ഒരു കല്യാണമൊക്കെ ആകുമ്പോൾ എന്താ അറിയോ, അവിടെ പടക്കം പൊട്ടൂല. ഇത് നിക്കാഹ് കഴിഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ പടക്കം പൊട്ടനാണ്. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അത് നമ്മളെ ചന്ദനക്കുടം നേർച്ചക്കൊക്കെ പൊട്ടിക്കല്ല, അതേമാതിരിയാണ്. പിന്നെ കാലിയാർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പക്ഷെ മുജാഹിദ് മോലേക്ക് പറയാം, മോനെ ചന്ദനക്കുടത്തിലും പടക്കല്ല, വേറെ എവിടെയില്ല, നിക്കാഹിലും ഇല്ല, പടക്കം പൊട്ടിച്ചാൽ ഇസ്ലാമിൽ തന്നെ അല്ല എന്ന് പറയാം. അത് പറഞ്ഞു കൊടുക്കാം. ഇസ്ലാമിന്റെ ആദരങ്ങൾ എങ്ങനെയാണ്?
ഇസ്ലാമിന്റെ ആദരിക്കപ്പെടലുകൾ അങ്ങനെയാണ്. ഇസ്ലാമിന്റെ ആദരം നോക്കൂ നിങ്ങൾ, എത്ര വ്യത്യാസം ഒന്നും തമ്മിൽ. ഇപ്പൊ 2 ആഴ്ച മുമ്പ് നിങ്ങൾ പേപ്പറിൽ വായിച്ചില്ലേ, ഒരു ആന വരണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു പാപ്പാന് അപകടം പറ്റിയേക്കണം. അല്ല, തങ്ങൾക്ക് അപകടം പറ്റി. ആന വരണ്ട കൂട്ടരെ, തങ്ങൾക്ക് എങ്ങനെ അപകടം പറ്റി? ഒരു തങ്ങള് ആനന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് വീണിട്ട് കാലിന്റെ എല്ല് പൊട്ടി. വേറൊരു തങ്ങൾ 1 മണിക്കൂർ അവിടെ കുത്തിരുന്നു. ആനക്കുണ്ടോ തങ്ങളും പാപ്പാനും പേടിച്ച. അപ്പൊ എന്താ അറിയോ, ആന നേർച്ചപ്പറമ്പിൽ ആനയായി മുത്തുനബിന്റെ കുടുംബക്കാരായെന്ന് അവകാശപ്പെടുന്ന തങ്ങന്മാരെ കൊണ്ട് ആനപ്പുറത്ത് കയറ്റിയിട്ട് പേടിച്ചട കുത്തിരുന്നോളി അറിഞ്ഞിട്ട് നബിനെ ബഹുമാനിച്ചണോലാണോ നമ്മൾ? നല്ല കഥയായി അല്ലേ? വേറെത്ര സ്ഥലണ്ട് കൂട്ടരെ, അവരെയൊക്കെ ആദരിക്കാനും കൊണ്ടേക്കാനൊക്കെ ആനന്റെ പുറത്ത് കയറ്റിയിട്ട് നമ്മൾ പറയാ ഞങ്ങൾക്ക് മുത്തുനബിനും മുത്തുനബിന്റെ കുടുംബത്തോടും സ്നേഹമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുടി കോഴിക്കോട്, അജ്ജാതി മുടി എല്ലാവർക്കും കിട്ടും. പക്ഷെ എന്താ അറിയാ, പരലോകം എന്നുള്ളൊന്നും ഉണ്ടായോണ്ട് അധ്വാനിച്ച് തിന്നാൻ മെനക്കെട്ടോണ്ടാ, അല്ലാതെ ആർക്കും കിട്ടും അല്ലേ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ഉള്ളതല്ല. ചൂഷണത്തിന്റെ മാർഗമല്ല, ചൂഷണ ഉപാധികളല്ല. ഹലാലായ മാർഗത്തിലും ഹറാമായ മാർഗത്തെ വെടിഞ്ഞ് ഹലാലായ മാർഗത്തിൽ നമുക്ക് സമ്പത്തുണ്ടാക്കി സമ്പത്ത് വിനിയോഗം ചെയ്യുകയും സക്കാത്ത് കൊടുക്കാത്ത ഒരു മുസ്ലിം ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും നോക്കി നിങ്ങൾ, നമ്മളെ വരുമാനത്തിനനുസരിച്ച് കുറ്റ്യാടിയിൽ സക്കാത്ത് പിരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വർഷത്തിൽ സക്കാത്ത് കമ്മിറ്റി യോഗം ചേർന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളാണ് കൊണ്ടേ കൊടുക്കുക. ആണ് കൊണ്ടേ കൊടുത്തിട്ട് സക്കാത്തിന്റെ പൈസ കൃത്യമായി എത്ര എനിക്ക് പഠിച്ചോ ഇത്ര തന്നിക്കണ്, അത് ഇത്ര. തേങ്ങ കഴിഞ്ഞൊല്ലത്ത് അത്ര ഇല്ല, കഴിഞ്ഞൊല്ലം എത്രയേനു, കഴിഞ്ഞൊല്ലം എത്രയെന്ന് അറിയില്ല. അടക്ക കഴിഞ്ഞൊല്ലത്ത് അത്ര ഇല്ല, കഴിഞ്ഞൊല്ലം എത്രയും, കഴിഞ്ഞൊല്ലം എത്രയെന്ന് അറിയില്ല. റബ്ബർ കഴിഞ്ഞൊല്ലത്ത് അത്ര ഇല്ല, കഴിഞ്ഞൊല്ലം എത്രയും അതെനിക്കറിയില്ല. എന്തിനാ പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് കണക്ക് വെച്ച് ആ കൃത്യമായിട്ട് അതാണ് കൊടുക്കുക. അതാ രേഖപ്പെടുത്തിയാണ് കൊടുത്തു കഴിഞ്ഞാൽ അന്ന് രാത്രി സുഖമായി ഉറങ്ങാം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം. ചോദിക്കപ്പെടുന്നവൻ അതിൽ സമ്പത്തുണ്ട്, അത് കൊടുക്കണം. സഹോദരി ലിസ്റ്റിൽ, മുസ്ലിം കുടുംബത്തിലെ ലിസ്റ്റിൽ ഞാൻ അങ്ങാണെങ്കിൽ സുഹൃത്തെ, നമ്മളെ സ്വത്ത് അത് സക്കാത്ത് കണക്ക് കൂട്ടിയിട്ട് കഴിഞ്ഞ റമളാനിനാണ് കൊടുത്തെങ്കിൽ അടുത്ത റമളാനിന് അത് കൃത്യമായിട്ട് കൊടുത്ത് കണക്ക് കൊടുക്കുക. സഹോദരിമാരെ, സ്വർണത്തിന് സക്കാത്തുണ്ട്, അത് നിങ്ങൾ തന്നെ കണക്ക് കൂട്ടിയിട്ട് 10ൽ 1/4 പള്ളി കമ്മിറ്റിക്ക് സക്കാത്ത് കമ്മിറ്റിക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ ഏറ്റി നടന്ന് കഴുത്തിൽ ചുരുട്ടപ്പെട്ട് ഒരു പാമ്പായി വന്ന് കഴുത്തിൽ ഞെക്കിപ്പിടിക്കുമ്പോ നിങ്ങൾ ആ പാമ്പിനോട് ചോദിക്കും, നീ ആരാ? പാമ്പ് പറയും, നീ കൊടുക്കാതെ സൂക്ഷിച്ച സക്കാത്തിന്റെ സമ്പത്താണ് ഞാൻ, ഇത് രൂപത്തിൽ അല്ലാഹു അയച്ചതാണ്, അത് ഏൽക്കേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുശ്രിക്കിന്റെ ലക്ഷണമാണ് സക്കാത്ത് കൊടുക്കാതിരിക്കുക എന്നത്. സമ്പത്ത് കൃത്യമായിട്ട്. അപ്പൊ എല്ലാവരും പറയും ചിലവൊക്കെ കഴിഞ്ഞൂടെ. ഞാൻ ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഞാൻ ഒരു അധ്യാപകനാണ്, നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്കൊരു വർഷത്തിൽ ഗവൺമെന്റ് വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളം കണക്ക് കൂട്ടിയിട്ട് ഞാൻ ഈ സമൂഹത്തിന് 2.5 ലക്ഷത്തോളം രൂപ വാങ്ങിയതിൽ നിന്ന് ഞാൻ എങ്ങനെ കണക്കൂട്ടിയാലും ഈ സമുദായത്തിന് 7500 രൂപ എന്റെ സൂക്ഷ്മത വെച്ച് ഇങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ആകെ 2.5 ലക്ഷം ഉറുപ്പ്യ ഒരു അധ്യാപകൻ ഒരു വർഷം കിട്ടുന്നതിൽ നിന്ന് 7500 ഈ സമുദായത്തിന് കൊടുക്കൂ എന്ന് പറഞ്ഞ ഞാൻ ചെലവും ഇഞ്ച പേരന്റെ അവിടേക്കുള്ള നീട്ടലും ഇവിടേക്കുള്ള നീട്ടലും ഇതൊക്കെ നോക്കിക്കൊണ്ട് നടക്കേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല അല്ലേ? അവനവന്റെ വരുമാനം ലഭ്യമായി അത്യാവശ്യമുള്ള ചെലവുകളൊക്കെ കഴിച്ചിട്ട് അതങ്ങോട്ട് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ സുഖമായി തുടങ്ങാം. കുറ്റ്യാടിയിലെ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാനുള്ള സക്കാത്ത് കൊടുത്തു വീട്ടാത്ത ഒരു സമുദായത്തെ അല്ലാഹു വർഷങ്ങളോളം പരീക്ഷിക്കാതിരുന്നിട്ടില്ല. സക്കാത്ത് കൊടുക്കാത്തൊരു സമൂഹത്തെ അല്ലാഹു വർഷങ്ങളോളം പരീക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് പരീക്ഷണം വരാതിരിക്കണം. അതുകൊണ്ട് കൃത്യമായ സമ്പത്ത്, അതിന്റെ സക്കാത്ത് നമ്മൾ കൊടുത്തു വീട്ടേണ്ടതാണ്. സമ്പത്തിന്റെ ദുർവിനിയോഗം നമ്മൾ ചുരുക്കണം. സമ്പത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമുക്ക് കൊടുക്കാൻ തികയാത്തത്, സക്കാത്തിന് കൊടുക്കാൻ തികയാത്തത്. റസൂലുള്ള പറഞ്ഞു, എന്റെ സമുദായത്തിന്റെ കാര്യത്തിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് അവരുടെ അനിയന്ത്രിതമായ കൊതിയാണ്, ആഗ്രഹമാണ്. എന്തിന്റെ കൊതിയാണ്? ലതീഫി ബുതൂനിക്കും, നിങ്ങളുടെ ആമാശയത്തിന്റെ കൊതിയാണ് ഒന്ന്. വഫുറൂജിഹിം, നിങ്ങളുടെ ലിംഗത്തിന്റെ കൊതിയാണ് ഒന്ന്. വമുദില്ലാത്തിൽ ഹവാ, നിങ്ങളുടെ ഇച്ഛകളെ വഴിതെറ്റിക്കുന്ന കൊതിയാണ് മൂന്നാമത്തത്.
മുത്തുനബി പറഞ്ഞു, എന്റെ ഉമ്മത്തിന്റെ പണം നഷ്ടപ്പെടുന്നത് മൂന്ന് മാർഗത്തിലാണ് എന്റെ ഉമ്മത്തിന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോവുക. ഒന്ന് ആമാശയത്തിന്റെ അടങ്ങാത്ത കൊതി, രണ്ടാമത്തത് അവരുടേതായ ലൈംഗികതയുടെ അടങ്ങാത്ത കൊതി, മൂന്നാമത്തത് അവന്റെ വഴിതെറ്റിക്കുന്ന ഇച്ഛകളുടെ ആഗ്രഹവുമാണ്. എന്റെ സമൂഹത്തിന്റെ നഷ്ടസമ്പത്തിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് സമ്പത്ത്. അത് കണ്ടമാനം ഭക്ഷണ പദാർത്ഥങ്ങളുടെ വിഭവങ്ങൾ ഒരുക്കിയിട്ട് ആയിരക്കണക്കിന് രൂപ ഭക്ഷണത്തിന് വേണ്ടി ചെലവാക്കുക. ലൈംഗിക കാമപൂർത്തീകരണത്തിന് വേണ്ടി അനാവശ്യമായ പണങ്ങൾ ലക്ഷങ്ങൾ ചെലവഴിക്കപ്പെടുകയും അതുപോലെ തന്നെ മനസ്സുകളുടെ ഇച്ഛകൾ വഴിതെറ്റിക്കുന്ന മ്യൂസിക്കുകളും അതുപോലെ തന്നെ ഗാനമേളകളും അതുപോലെ തന്നെയുള്ള വീട്ടിൽ ഒരുക്കപ്പെടുന്ന ഹോം തിയേറ്ററുകൾക്കുമൊക്കെ വേണ്ടി നമ്മളുടെ മനസ്സുകളെയും നമ്മളുടെ സമ്പത്തും ചെലവഴിക്കപ്പെടുക. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ദുഃഖമുള്ളത് അവർ അല്ലാഹുവിന്റെ നിഅമത്തുകളെ അതിർ ലംഘിച്ചു കൊണ്ടുപോകുന്നതാണ്. വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണങ്ങൾ അവർ ഇഷ്ടം പോലെ കഴിക്കും. വ്യത്യസ്ത ഇനങ്ങളായ വസ്ത്രങ്ങൾ അവർ മാറി മാറി ധരിച്ചു കൊണ്ടിരിക്കും. അവർ പുഞ്ചിരി വർത്തമാനങ്ങൾ പറയുകയും അതുപോലെ തന്നെ സംസാരത്തിൽ അഹങ്കരിക്കുകയും ചെയ്യും. റസൂലുള്ളാഹി പറയും, എന്റെ ഉമ്മത്തിൽ ഞാൻ ഭയപ്പെടുന്നത് 3 കാര്യത്തെയാണ്. ഒന്നെന്താണ്? അല്ലാഹുവിന്റെ നിഅമത്തുകളെ മറന്നു പോകുന്ന ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക. ഭക്ഷണങ്ങൾ 9 കൂട്ടാനൊന്നും നിരത്തി വെക്കാൻ ഞാൻ ചോറിറങ്ങാത്ത ആൾക്കാരുണ്ട്. ചോറിറങ്ങും അല്ലേ? നമുക്ക് ആകെ പാവപ്പെട്ടവന്റെ പട്ടിണി അറിയാനുള്ളൊരു മാസമാണ് നോമ്പ്. ആ നോമ്പിൽ തിന്നിട്ടാണ് തീരു ആയുസ്. ഉണ്ടാക്കാത്ത പലഹാരമൊന്നുമില്ല. പാവപ്പെട്ടവന്റെ പട്ടിണി അറിയാൻ പോയിട്ട് സ്വന്തം വിശപ്പൊരു മിനിറ്റ് പോലും അറിയാത്ത ഒരു മാസമായി പോകുന്നു. സഹോദരന്മാരെ, വസ്ത്രം ധരിക്കുന്നിടത്തും റസൂലുള്ളാഹി പറഞ്ഞു, രാവിലെ ഒരു വസ്ത്രവും, അത് കഴിഞ്ഞാൽ 10 മണിക്കൊരു മറ്റൊരു വസ്ത്രവും, അത് കഴിയുമ്പോൾ ഉച്ചക്കൊരു വസ്ത്രവും, അത് കഴിയുമ്പോൾ വീണ്ടും ഒരു വസ്ത്രവും, അത് കഴിയുമ്പോൾ മറ്റൊരു വസ്ത്രവും മാറ്റാവുന്ന എന്റെ സമുദായത്തിന് വസ്ത്രം ആധിക്യമുണ്ടാകുന്ന ഒരു കാലത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സുജൂദ് ചെയ്യുമ്പോൾ വസ്ത്രം മാറിപ്പോകുന്ന, വസ്ത്രം തികയാതെ വരുന്ന ആളുകളോട് റസൂലുള്ളാഹി ചോദിക്കണം, ഇങ്ങനത്തെ ഒരു കാലം വന്നാൽ നിങ്ങൾക്കതിനെ കുറിച്ച് അഭിപ്രായം എന്താണ്? അവർ പറയും, റസൂലേ, ഞങ്ങൾക്ക് നഗ്നത മറക്കാനാകും, ഞങ്ങൾക്ക് സന്തോഷത്തോടുകൂടി ആരാധന ചെയ്യാനാകും. പക്ഷേ നോക്കൂ, നിങ്ങൾ മാറി മാറി വസ്ത്രം ധരിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചിട്ടും മറയേണ്ട ഭാഗം മറക്കാൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കഴിയാതെ പോയി. ആയിരക്കണക്കിന് റുപ്യക്ക് വസ്ത്രം വാങ്ങിയിട്ടും മറക്കേണ്ട ഭാഗം മറക്കാൻ അത് കഴിയുന്നില്ല. മരിച്ചിട്ട് നാട്ടുകാർക്കേ മറക്കാൻ കഴിയുന്നുള്ളൂ. പുരുഷനായ നമുക്ക് നഗ്നത മറക്കാൻ അല്ലാഹു തന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താതെ, അല്ലേ? ഇപ്പോ പാന്റിന്റെ കുപ്പായം പറ്റ ചെറുപ്പായി, ഇപ്പൊ കുപ്പായം മിഞ്ഞാന്ന് ബസ്സിന്ന് കുപ്പായം ഒരുത്തന്റെ നല്ല നീളം കണ്ടു. അപ്പൊ സമാധാനം. അപ്പൊ കുമ്പോന്റെ പാന്റ് കൊടുത്തിക്കണ് മുട്ടുമല. നോക്കിങ്ങള് പടച്ചെത്താൻ നമ്മളെ സ്വർഗത്തേക്ക് പോകാനായിക്കൂല. പാന്റ് എടുത്തിക്കണേ പറ്റത്തായ കാരണം നഗ്നത കാണാതെക്കാൻ പറ്റൂല. ഇതുപോലെ ആലങ്കാരികങ്ങളിലേക്ക് നീങ്ങുന്നു. നമ്മളുടെ സമ്പത്ത് രൂപത്തിൽ ചെലവഴിക്കപ്പെടാൻ ഉപ്പമാർ അതിന് മക്കൾക്ക് അനുവാദം കൊടുക്കാതിരിക്കണം. നമുക്ക് സമ്പത്ത് നല്ല നിലക്ക് ചെലവഴിക്കുക. അങ്ങനെ കൊടുത്താൽ തൊലഞ്ഞു പോകില്ലേ? ഇല്ല. നൽകുകയും സൂക്ഷ്മത പുലർത്തുകയും ചെയ്തവൻ, നല്ല നിലയിൽ ചെലവാക്കുകയും ചെയ്തവനായ ആളുകൾ, അവൻ ധർമ്മം ചെയ്യുകയും സത്യസന്ധത പുലർത്തുകയും ചെയ്തവനായ മനുഷ്യൻ, എളുപ്പത്തിലേക്ക് അല്ലാഹു വഴി നടത്തും. ജീവിതം എളുപ്പമായിരിക്കും, മരണം എളുപ്പമായിരിക്കും, പരലോകത്തെ വിചാരണ എളുപ്പമായിരിക്കും, സ്വർഗപ്രവേശനം എളുപ്പമായിരിക്കും. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ നമുക്കൊരധ്വാനവും ഉണ്ടായില്ലല്ലോ. നമ്മളുടെ ഉമ്മ മരണവേദനയുടെ പകുതി സഹിച്ചാണ് ഈ ലോകത്തേക്ക് വന്നത്. സുഹൃത്തേ, മരണവേദന പൂർണ്ണമായി അനുഭവിക്കേണ്ടവരാണ് നമ്മൾ ജനിച്ചപ്പോൾ എല്ലാവരും ചിരിച്ചു, നമ്മൾ കരഞ്ഞു. നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മൾ ചിരിക്കണം. കുടുംബക്കാരൊക്കെ കരയുമ്പോൾ എളുപ്പത്തിലേക്ക് അവൻ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. പാവപ്പെട്ടവനുണ്ടാകും, പാവപ്പെട്ടവൻ ക്ഷമിക്കുക. സുഹൃത്തേ, ക്ഷമിക്കുക. ദാരിദ്ര്യത്തിൽ നിന്നൊരു മോചനം അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്കുണ്ടാകും. ദാരിദ്ര്യത്തിൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. അല്ലാഹു നിങ്ങൾക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം തരും. ഇന്ന റബ്ബക യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാ
വയഖദിറു ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറ. അവന്റെ അടിമകളെ കുറിച്ച് അല്ലാഹു അറിവുള്ളവനാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിധിയാണ് എന്ന് ഓർക്കുക, ക്ഷമയവലംബിക്കുക, മക്കളെ കൊല്ലാതിരിക്കുക. മക്കളെ പോറ്റാൻ കഴിയില്ലെന്ന് ആരെങ്കിലും ഭയപ്പെടുന്നുവെങ്കിൽ മുസ്ലിം ഉമ്മത്തിലെ സഹോദരന്മാരെ, ആയിരക്കണക്കിന് അനാഥാലയങ്ങളും അതുപോലെ തന്നെ അഗതി മന്ദിരങ്ങളുമുണ്ട്. നിങ്ങൾ ഇങ്ങ് തന്നോളൂ, അവരെ കൊണ്ടുപോയി പഠിപ്പിച്ചു കൊള്ളാം. വിഷമിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, പ്രതീക്ഷകൾ കൈവിടാൻ പാടില്ല. നിങ്ങൾ ദാരിദ്ര്യത്തിന്റെ കഷ്ടപ്പാടിന് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് ധന്യത പ്രദാനം ചെയ്യും. മിൻ ഫളിഹി, അവന്റെ ഔദാര്യത്തിൽ നിന്ന്. ഇൻഷാ, അവൻ ഉദ്ദേശിച്ചാൽ. ഇന്നല്ലാഹ അലീമുൻ ഹകീം, അവൻ എത്രയോ അറിവുള്ളവനും എത്രയോ യുക്തിപൂർണനുമായിരിക്കുന്നു. അല്ലാഹുവിന്റെ ഖുർആനാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ, ദാരിദ്ര്യത്തിൽ നിന്ന് അല്ലാഹുവിനോട്, പാവപ്പെട്ടവരെ നിങ്ങൾ രക്ഷ ചോദിക്കുക. ഞാനും നിങ്ങളും ചോദിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖരി വൽ കുഫ്രി. അല്ലാഹുവേ, സത്യനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നാഥാ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖരി വൽ കുഫ്രി, മിനൽ ഫഖരി വൽ കുഫ്രി, മിനൽ ഫഖരി വൽ കുഫ്രി. സത്യനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷ ചോദിക്കുന്നു. സമ്പന്നരോട്, നമ്മളുടെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. അതുകൂടി ഓതിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലിൽ ഫഖറാഇൽ ലദീന അഫ്സിറൂ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞെരുക്കം അനുഭവപ്പെട്ടുകൊണ്ട് കഴിയുന്നവരായ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി, ലാ യസ്തതീഊന ലർബൻ ഫിൽ അർള്, അവർക്ക് ഭൂമിയിൽ ഒരു അധ്വാനവും അവരെ കൊണ്ട് സാധിക്കുകയില്ല. യഹ്സബുഹുൽ ജാഹിലു, അറിവില്ലാത്തവൻ അവനെ കുറിച്ച് വിചാരിക്കും അഗ്നിയാ, അവൻ മുതലാളിയാണെന്ന് വിചാരിക്കും. മിനത്തഅഫുഫി, അവന്റെ മാന്യതയുള്ള വസ്ത്രം കണ്ടിട്ട്, അവന്റെ മാന്യതയുള്ള നടത്തം കണ്ടിട്ട്, അവന്റെ മാന്യതയുള്ള പെരുമാറ്റം കണ്ടിട്ട് ജാഹിലായവൻ വിചാരിക്കും അവൻ വലിയ സമ്പന്നനാണെന്ന്. തഅരിഫുഹും ബിസീമാഹും, അവനെ കണ്ടാൽ നിങ്ങൾക്ക് അവന്റെ അടയാളം അറിയാം. അവന്റെ വാരിയിൽ കാണും, അവന്റെ കണ്ണതാ പുറത്തേക്ക് തുറിച്ചു നിൽക്കുന്നുണ്ടാകും. ആശങ്കയുടെ നോട്ടം അവനിലുണ്ടാകും. അവന്റെ ശരീരം അല്പം വളഞ്ഞു പോയിരിക്കും. അതേ, അവന്റെ അടയാളം കാണുമ്പോൾ നോക്കുന്ന എനിക്കും നിങ്ങൾക്കും മനസ്സിലാകും. ലാ യസ്അലൂനന്നാസ ഇൽഹാഫാ, ഒരിക്കലും അവൻ ഒരു മനുഷ്യനെയും അവൻ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ചോദിച്ചു നടക്കുകയില്ല. എന്തെങ്കിലും തരണേ, എന്തെങ്കിലും തരണേ, എന്തെങ്കിലും തരണേ എന്നവൻ പറഞ്ഞുകൊണ്ട് കഷ്ടപ്പെടുത്തുകയില്ല. നിങ്ങൾ എന്തു തന്നെയും അവൻക്ക് കൊടുക്കേണ്ട മാർഗത്തിൽ നിങ്ങൾ എന്തെങ്കിലും കൊടുത്താൽ അല്ലാഹു ഏറ്റവും അറിവുള്ളവനാകുന്നു. ഖുർആൻ ആയത്ത് പറയാം, പാവപ്പെട്ടവൻ അവൻ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കൂല. നിങ്ങൾ അവനെ കണ്ടാൽ അവന്റെ മാന്യത കൊണ്ട് അവൻ വളരെ സമ്പത്തുള്ളവനാണെന്ന് അവന്റെ വസ്ത്രവും അവന്റെ നോട്ടമൊക്കെ കാണുമ്പോൾ തോന്നും. ഇല്ല, നിങ്ങൾ അവനെ സൂക്ഷിച്ചു നോക്കുക, അവന്റെ ദാരിദ്ര്യം നിങ്ങൾക്ക് കാണാനാകും. നിങ്ങൾ അവർക്ക് കൊടുക്കൂ, നിങ്ങൾക്ക് അല്ലാഹു ഖൈറ് തരും എന്ന് പറയുന്നു. ധനവും ദാരിദ്ര്യവും വിനിയോഗവും നമുക്ക് പ്രതീക്ഷയാണ്. അല്ലാഹു നമുക്ക് പരീക്ഷണമാണ് നൽകിയത്. എൻ്റെ സമ്പത്ത് കൊണ്ട് ഞാൻ അനുഗ്രഹിക്കാതിരിക്കുക. എനിക്ക് അല്ലാഹു നൽകുന്ന സമ്പത്ത് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ നാട്ടുകാർക്കും ഞാൻ കൊടുക്കുക. അങ്ങനെ കഴിയുമ്പോൾ, ഞാൻ മരിക്കുമ്പോൾ നാളെ എനിക്കെൻ്റെ സമ്പത്ത് ഉപകരിക്കും. നമ്മളെല്ലാവരും അങ്ങനെ ജീവിക്കുക. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അല്ലാഹു സ്വർഗം തരുമാറാകട്ടെ. പലപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ കഷ്ടതകൾ അല്ലാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. നമ്മളുടെ മഹല്ലത്തിൽ നിന്ന് ചുറ്റുപാടുകൾ മരണപ്പെട്ടു പോയ സത്യവിശ്വാസികൾ, സത്യവിശ്വാസിനികൾ, അവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. രോഗം ബാധിച്ച് കിടക്കുന്ന നടക്കുന്ന ആളുകൾക്ക് അവരുടെ രോഗം അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اغفر لنا يا أرحم الراحمين. وآخر دعوانا أن الحمد لله.